വിഴിഞ്ഞം തുറമുഖം നാളെ കമ്മീഷനിംഗ് ചെയ്യാനിരിക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ച വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതി നേതാവ് ഏലിയാസ് ജോൺ പ്രതിഷേധം നടത്തുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ വീട്ടിൽ ഉപവാസമിരിക്കും. വിഴിഞ്ഞം പ്രോജക്ട് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്നില്ലെന്ന് ഏലിയാസ് ജോൺ ആരോപിച്ചു. തുറമുഖം തുറന്നുകൊടുക്കുന്നതിനെപ്പറ്റി വ്യക്തമാക്കാതെ കമ്മീഷനിംഗ് നടത്തുന്നതിൽ വിശ്വാസമില്ലെന്നും ഏലിയാസ് ജോൺ ദൂരദർശൻ ന്യൂസിനോട് പ്രതികരിച്ചു. നമ്മൾ കാത്തുകാത്തിരുന്ന നമ്മുടെ പ്രോജക്ടിന്റെ കമ്മീഷനിങ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാളെ നിർവഹിക്കുകയാണ്. അപ്പൊ കുറെ നാളായിട്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ കുറിച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് റോഡ് കണക്ടിവിറ്റി ആയി കഴിഞ്ഞിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അദ്ദേഹം വരികയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഓൾ ഓഫ് എ സഡൻ അദ്ദേഹം വന്ന് മെയ് 2 ഉദ്ഘാടനം ചെയ്യുന്നു, കമ്മീഷനിങ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഗേറ്റ് ഇപ്പോഴും ഓപ്പൺ ചെയ്തിട്ടില്ല, കസ്റ്റംസ് ഇല്ല, ഇമിഗ്രേഷൻ ഇല്ല. ഇത് പറയാൻ കാരണം നമ്മൾ ഈ പ്രൊജക്ട് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനാണ്. അല്ലാതെ കുറെ കപ്പലുകൾ വരുന്നു, കപ്പൽ കടലിൽ കൊണ്ട് തിരിച്ചു പോകുന്നു, കുറെ കണ്ടെയ്നർ വരുന്നു പോകുന്നു, അതിലൂടെ ഇവിടുത്തെ ഈ നാട്ടുകാർക്ക് ഒരു പ്രയോജനവുമില്ല. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിച്ചത്. നിരവധി ചെറുപ്പക്കാർ അവരുടെ അമ്മമാർ അവരുടെ അച്ഛന്മാർ എല്ലാം വിളിച്ചൊരു ജോലി കിട്ടുമോ എന്ന് ചോദിക്കും. അങ്ങനെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ കമ്പനികൾ വരണം, ഷിപ്പിംഗ് കമ്പനികൾ വരണം. ഷിപ്പിംഗ് കമ്പനികൾ വരണമെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് നടത്തണം. അവർക്കൊന്നും ഒരു പ്രവർത്തനവും നടത്താൻ പറ്റാതെ വളരെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഇവിടെ ഒരു പോർട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. നാളെ പ്രധാനമന്ത്രി വന്ന് ഇത് കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോഴും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കണ്ടെയ്നർ പുറത്തിറങ്ങണം, കണ്ടെയ്നർ അകത്തോട്ട് പോയാൽ മാത്രമേ ഈ ലാൻഡ് സൈഡിൽ ഒരു ചലനം, പോർട്ടിന്റെ ഇമ്പാക്ട് കണ്ടു തുടങ്ങാൻ പറ്റുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലവസരം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് ഇപ്പോഴും അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ എന്നാണിത് തുറക്കുന്നു എന്ന് പോലും ഒരു ഉറപ്പില്ലാതെയാണ് ഇപ്പോൾ കമ്മീഷൻ നടത്താൻ പോകുന്നത്. അപ്പൊ ദീർഘനാളായി, പതിറ്റാണ്ടുകളായി ഈ പ്രൊജക്ടിന് വേണ്ടി സമരം ചെയ്തവരെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാകുന്നത് വരെ ഞങ്ങളുടെ അജിറ്റേഷൻ ഇതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കും.